അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ബിരിയാണി റെസിപ്പി കാണിക്കാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ജുമാ ദിവസമല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കാം. അതായത് നമ്മൾ എല്ലാ ദിവസവും ജുമായ്ക്ക് നെയ്ച്ചോറ് ഇറച്ചിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. എന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല. മിക്കപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് ശരിയാകും, ചില സമയത്ത് എരിവ് കൂടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഐസ് വിട്ട് വരണമായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രീസറിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 1 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടിൽ കൂട്ടത്തിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ് വേസ്റ്റൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ വിട്ട് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എല്ലും അതും ഇതൊക്കെ കൈ കുത്തി കയറിയിട്ടുണ്ടായിരുന്നു. സോ എന്തൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഷെസ്വ ഉറങ്ങായിരുന്നു ആ സമയത്ത്. അപ്പം അവൾ എണീക്കുന്നതിന് മുമ്പേ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ എനിക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ അപ്പം തന്നെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ആവശ്യമില്ല, വേണ്ടാത്തത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെസ്വായ എണീറ്റു. ഷെസ്വായെ കുളിപ്പിച്ച് കുട്ടപ്പിയാക്കി പിരികൊക്കെ എഴുതി സെറ്റാക്കി. പിന്നെ അവൾക്ക് ഫുഡ് വേണമെന്ന് അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കി. അപ്പം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അവൾക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങനെ രാവിലെ മിക്കപ്പോഴും കഴിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇക്കാൻ എണീക്കുമ്പോഴത്തേനും നേരത്തെ എണീക്കുകയാണെങ്കിൽ നേരത്തെ കഴിക്കും. അതല്ലെങ്കിൽ എനിക്ക് വിശപ്പില്ലെങ്കിൽ ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പക്ക നീറ്റാക്കി വെച്ചു. നമ്മൾ വാഷ് ചെയ്തെല്ലാം സെറ്റാക്കി. അതിലേക്ക് ഞാൻ 3 സ്പൂൺ തൈര് ഇടുന്നുണ്ട്. എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ഇടാറുണ്ട്. അതിനുശേഷം ഉപ്പിട്ടു. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശേഷം ഗരം മസാല, പിന്നെ അല്പം മല്ലിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ല നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഞാനതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ടൊന്നും ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണം സമയം കുറവാണെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഒന്ന് ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക. പിന്നെ അതുപോലെ മുളക് പൊടിക്ക് കളറില്ലെങ്കിൽ നിങ്ങൾ അല്പം കാശ്മീരി പൊടി ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കാശ്മീരി ഇല്ലാഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റെഡിഷ് കളർ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കാമെന്നാണ്. പിന്നെ എന്നോർത്ത് വേണ്ട, പൊരിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേനും പിന്നെ താമസിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പാൻ ചൂടാക്കുന്നുണ്ട്. നമ്മൾ ഇതിനിടയ്ക്കിട്ട് എനിക്കൊരു മിസ്റ്റേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ വരുന്ന വഴി പറഞ്ഞു തരാം. അപ്പം ഞാൻ പാൻ ചൂടായ സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഓയിലാകുമ്പോഴത്തേനും എനിക്ക് തോന്നി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായ സമയത്ത് ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിത് 3 വലിയ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചെറിയ സവാളയാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതിയാവും. ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വഴന്നൊന്ന് ആവി കയറിയ ശേഷം ഞാൻ ഉപ്പ് ആഡ് ചെയ്യാറുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനെനിക്കും കുറച്ചുകൂടെ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സവാള വഴന്നു വന്ന സമയത്ത് ഒരു ഇച്ചിരി വാടിയ ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചു തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് വേവിക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ്. ഈ 2 തക്കാളിയും ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്ത ശേഷം അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആ ഒരു പച്ചച്ചുവ മാറി കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വേകുകയും ചെയ്യും, ഒരു ജ്യൂസി ആയിരിക്കുകയും ചെയ്യും. ഇച്ചിരി ചാറൊക്കെ ഉണ്ടാവും.
കുറച്ച് ബെറ്റർ എനിക്ക് അതാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അരച്ച മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ ഞാൻ മിക്സിയുടെ അടപ്പുണ്ടല്ലോ അതിൻ്റെ അകത്ത് ആ സംഭവമാണ് വടിച്ചിട്ടിട്ടുന്നത്. ശേഷം ഞാൻ മറ്റേ മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഓയിൽ നോക്കണം. ഇപ്പം നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമുക്ക് വലിയ വിഷയം ഉണ്ടാവില്ല. പക്ഷേ അല്ലാത്ത നമ്മൾ ഇങ്ങനെ സ്റ്റീൽ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അടി പിടിക്കാതെ നോക്കണം. അല്ലെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. പിന്നെ നമ്മൾ ആ മിക്സിക്കകത്ത് തന്നെ കുറച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഓയിൽ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പം ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇച്ചിരി ജ്യൂസി ആയിരിക്കും സംഭവം. അപ്പം നമ്മൾ ഒത്തിരി ഡ്രൈ ആയിട്ടാണ് മസാല ഉണ്ടാക്കുന്നതെങ്കിൽ ഗ്രേവി മാത്രം, അതായത് ചോറും ഇതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാതായിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ചിക്കൻ എടുത്ത് വെച്ചിട്ടുള്ളത് 3 മണിക്കൂറോളം ആകും വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ എടുക്കാൻ മറന്ന് എന്താണെന്ന് വെച്ചാൽ മസാലയ്ക്കകത്തേക്ക് ഞാൻ ആ സവാളയ്ക്കകത്തേക്ക് മസാല ആഡ് ചെയ്തതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ ക്യാമറ ഓണാന്ന് വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നോക്കിയപ്പോഴത്തേനും ഞാൻ മസാല ഇട്ട ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ സോയാ സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ, എനിക്ക് മാഗി ക്യൂബ് ഉണ്ട്, പക്ഷേ ഞാൻ ആക്ച്വലി ഉപ്പൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് യൂസ് ആക്കിയില്ല. നിങ്ങൾ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒരു മാഗി ക്യൂബും കൂടി അതിലേക്ക് ആഡ് ചെയ്തതുകൊണ്ട് വിഷയമൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ തൈരും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ഞാനത് ക്യാമറ ഓണാണെന്ന് വെച്ചിട്ടാണ് എല്ലാം ഒഴിച്ചൊക്കെ കാണിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എഡിറ്റിങ്ങിലാണ് എനിക്ക് ഞാൻ കുറേ തപ്പിയിട്ടും കണ്ടില്ല. പിന്നെ ഞാൻ വെച്ചിട്ട് ഡിലീറ്റ് ആയി പോയോ എന്ന് വിചാരിച്ചു. ഞാൻ ഡിലീറ്റ് ബോക്സൊക്കെ നോക്കി, പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആദ്യത്തെ ഒരു പിഴവായിട്ട് നിങ്ങളെന്നെ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇനി ഞാനിങ്ങനെ ആവർത്തിക്കത്തില്ല. അപ്പോൾ ഞാൻ സോയാ സോസ് അല്ല ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. സോയാ സോസ് ഞാൻ ഓൾറെഡി മസാലക്കകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാഞ്ഞത്. ടൊമാറ്റോ സോസ് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവട്ടെ. കാരണം ചിക്കന് ഒന്ന് ഗ്രേവിയൊക്കെ പിടിച്ച് ഒന്ന് ലെവലായി മാറിക്കോളും. അത് നമ്മൾ നോക്കണ്ട. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ചോറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജൊക്കെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഒരു സ്റ്റൗ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഭയങ്കര റിസ്ക്കാണ് ഇപ്പുറത്തേക്ക് ചോറാക്കൽ. അപ്പോൾ ഞാൻ നോക്കി നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ നിങ്ങളെന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. നിങ്ങളെന്നെ ഫോളോ ചെയ്യണം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പഴുവായിട്ടുണ്ട്. നല്ല ഗ്രേവി, അതായത് ജ്യൂസി ആയിട്ടുണ്ട്. എങ്കിൽ നല്ല ഗ്രേവി ഉണ്ട്. പക്ഷേ ചിക്കൻ വെന്തിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോറിനുള്ളത് ചെയ്തിട്ടുണ്ട്. ചോറിൽ ഞങ്ങൾ ഇപ്പം 4 പേരല്ലേ ഉള്ളൂ. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഗ്രേവി കൂടുതലും അരി കുറവായിരുന്നു ഗൈസ്. അതുകൊണ്ട് നിങ്ങളൊരു 2.5 ഗ്ലാസ്സെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം ആ ഒരു അരിക്ക്. പിന്നെ അത് 1 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ ചിക്കന് അതിൻ്റെ മെഷറും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫോണും ഞാൻ പറയാം ഒരു സ്റ്റൗ ഇതായതുകൊണ്ട് തന്നെയും എനിക്ക് ക്യാമറ ഒന്ന് വെക്കാനുള്ള സംഭവമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മച്ചിനെ ഏൽപ്പിച്ചു. ഉമ്മച്ചിയാണ് ബാക്കി ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, നമ്മുടെ ചോറിന് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് അത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് ഉമ്മച്ചി നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മുടെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉമ്മച്ചി അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ആ സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മല്ലിയിലയും പുതിനയും കൂടെ ഞാൻ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അത് ഞാൻ മറന്നുപോയി കാണിക്കാൻ. പിന്നെ ഞാൻ 3 സ്ലൈസാക്കി അരിഞ്ഞിട്ടുള്ള ഒരു നാരങ്ങ അല്ല, അര നാരങ്ങയുടെ 3 സ്ലൈസാക്കി അരിഞ്ഞ സംഭവമാണ്. അതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിയും പിന്നെ ഒരു കളർഫുൾ ഒരു ഇതുണ്ടോ, നല്ല ഭംഗിയില്ലേ, ഒരു കുളത്തിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അരി ഉമ്മച്ചി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മച്ചി അങ്ങനെ അരി കഴുകി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 2.5 അല്ലെങ്കിൽ 3 ഗ്ലാസ്സോളം 1 കിലോ ചിക്കന് എടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേവി കൂടുതലും അരി കുറവായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചോറ് കുറവായിട്ടിരിക്കും. അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. സോ എനിക്ക് വന്ന മിസ്റ്റേക്കുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവരുത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് അടച്ച് വെക്കുക. ഞാൻ വറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. ഊറ്റിയെടുക്കുമ്പോഴത്തേനും എനിക്ക് ഇത്ര സുഖം തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ വറ്റിച്ചപ്പോഴും പണി പാളി. കാരണം ആ അരിക്ക് ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് നമ്മുടെ അരി ഇച്ചിരി വേവാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ദം ചെയ്യുമ്പോൾ ശരിയായിക്കോളൂ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളക്കുന്നുണ്ട് ഗൈസ്. അപ്പം കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചോറ് ഇതാ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടി കുറച്ച് വെള്ളം വറ്റാനുണ്ട്. അതുപോലെ പകുതി അരിയെ വെന്തിട്ടുള്ളൂ. അപ്പോൾ ഞാനൊന്നും കൂടെ അടച്ചു വെക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി വെക്കണ്ട, ആ വെള്ളം അതിനകത്തുണ്ട്. അത് കാരണം ഞാൻ കുറച്ചുകൂടെ വേവട്ടെ എന്ന് വിചാരിച്ചു അടച്ചു വെച്ചു. അപ്പം അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ നമ്മൾ ചീനച്ചട്ടി എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കാറ്. ഇവിടെ മൊത്തം ഓയിലാണ് എടുക്കുന്നത്. കാരണം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ ഗൈസ്. അതുകൊണ്ട് ഞാൻ മത്തി ഓയിൽ ഒഴിച്ചു. അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സവാള വറുത്തെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ വറുത്തെടുക്കുക. സവാള കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് നമ്മുടെ കുറച്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. 3/4 വേവുണ്ടായിരുന്നു. അപ്പോൾ ദം ചെയ്യുമ്പോൾ ബാക്കി വെന്തോളൂ എന്ന് വെച്ച് ഞാൻ സ്വയം ആശ്വസിച്ചു. ഉമ്മച്ചീൻ്റെ അടുക്കലൊക്കെ ചോദിക്കുന്നുണ്ട്, അരി വെന്തോ ചോറ് വെന്തോന്ന്. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല ഉമ്മച്ചി, ദം ചെയ്യുമ്പോൾ ശരിയായിക്കോളും എല്ലാം. പിന്നെ നമ്മൾ പല്ലല്ലേ ഉള്ളൂ, ചവച്ചരച്ചങ്ങ് തിന്നുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം വറുക്കുന്നതിനനുസരിച്ച് ചീനച്ചട്ടിയുടെ കളറും മാറുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ മുന്തിരിങ്ങ ഇട്ടു. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ വറുത്തെടുത്തു. അതിനുശേഷം എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള കുറച്ച് സവാള ഉണ്ടായിരുന്നു, അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്തു. കാരണം നെയ്പാത്രത്തിൻ്റെ ഫ്രണ്ട് ഇച്ചിരി പൊട്ടിച്ചിട്ടുള്ളായിരുന്നു. അതാണ് ഞാൻ തട്ടിക്കൊടുത്തിട്ടത്. സ്പൂൺ എടുക്കേണ്ട സമയമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ മുന്നേ നമ്മുടെ ഗ്രേവി ഒക്കെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മണ്ടക്കിടക്ക് ഞാൻ ചോറ് വാരിയിടുന്നുണ്ട്. ചോറിങ്ങനെ നിരത്തി ഒപ്പിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ ചോറ് കുറവായിരുന്നു. അങ്ങനെ ചോറ് ഇട്ട് നികത്തുന്നുണ്ട്. ചോറെല്ലാം നികത്തിയ ശേഷം കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും നമ്മളുടെ ഇതുണ്ടല്ലോ റോസ് വാട്ടർ, അതും കൂടി നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ച സവാളയും മറ്റേ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് വിതറുക. പിന്നെ കുറച്ചൊരു ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ മല്ലിയിലയും ഇച്ചിരി അങ്ങോട്ട് വിതറുന്നുണ്ട് ഗൈസ്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയിട്ട് അതും ഒഴിക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. ആദ്യത്തെ ലെയറിൽ മാത്രമേ ഞാൻ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ലെയർ എത്തിയപ്പോഴേക്കും നമ്മുടെ റോസ് വാട്ടർ തീർന്നു, ഇച്ചിരി എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ വെള്ളവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ഇത് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് കലക്കിയ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒക്കെ തളിക്കുക. അതിനുശേഷം നമ്മൾ എന്താക്കി, ഇനിയിപ്പം പിന്നെ നമ്മൾ അടുത്ത ലെയർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ചോറ് തട്ടിയിട്ടിട്ട് ശേഷം നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ അതിൽ മൊത്തത്തിൽ അങ്ങ് തട്ടിയിട്ടു. കാരണം കോരാനുള്ള സമയം കോരി വന്നപ്പോഴേക്കും പള്ളിയിൽ നിന്ന് എല്ലാവരും വന്നു. ഇക്കയൊക്കെ വന്നാൽ പിന്നെ ഇക്കയൊക്കെ പറയും ഇതൊരു കഴിഞ്ഞില്ലെന്ന് ചോദിക്കുന്നതാണ്. ഞാൻ മൊത്തപ്പടിയൊക്കെ തട്ടിയിട്ടു. എന്നിട്ടൊന്ന് നികത്തി കൊടുക്കുക. കണ്ടാൽ വേവാത്ത ചോറാണെന്ന് പറയത്തില്ല, എങ്കിലും ഒരു ചെറിയ വേവ് ഉണ്ടായിരുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ദം ചെയ്യുമ്പോൾ ശരിയാവും, കുഴപ്പമില്ല. പിന്നെ ഞാൻ വെള്ളവും ഇച്ചിരി ഫുഡ് കളർ കൂടെ ആഡ് ചെയ്തിട്ട് ആ റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതും ഇങ്ങോട്ട് കമത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ, അതായത് നമ്മുടെ വെളുത്തുള്ളി അല്ല, നമ്മുടെ സവാള അണ്ടിപ്പരിപ്പും അതൊക്കെ ഉണ്ടല്ലോ, വറുത്ത് വെച്ച സംഭവങ്ങളും മല്ലിയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് വിതറി കൊടുക്കുക. ശേഷം നമ്മൾ അടച്ച് വെക്കുക. നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാലും ദം ചെയ്യാം. ശേഷം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു സ്മെല്ലാണ് ഗൈസ്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് വിചാരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഡേ വരാം. അപ്പം ബൈ, അസ്സലാമു അലൈക്കും.